20 വയസ്സ് 18 വയസ്സുള്ള കുട്ടികൾ വരെ വരുന്നുണ്ട് ഡയബറ്റീസ്. ടൈപ്പ് ടു ഡയബറ്റീസ് 3 കാരണങ്ങളുണ്ടാകും ബേസിക്കലി. ശരിക്കും പറഞ്ഞാൽ 1 വർഷം എടുക്കും ഡയബറ്റീസ് മാറ്റാൻ. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഒരു 2 മിനിറ്റ് 10 എക്സസൈസേ ഉള്ളൂ. 2 മിനിറ്റ്സേ ഉള്ളൂ. ഈ 2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറയും. അത് സിംറ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ശരീരത്തിൽ ഈ ഡയബറ്റീസ് മെറ്റബോളിസം 7 കൊല്ലം മുമ്പെങ്കിലും തകരാറായിട്ടാണ്. വണ്ണം ഒരു റിസ്ക് ഫാക്ടർ ആണെങ്കിൽ പോലും അത് ഒരു നമ്മൾ അതുകൊണ്ടാണ് വരുന്നത് നമുക്ക് പറയാം. എനിക്കൊരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇന്റൻസീവ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം എന്താണത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഡോക്ടർ അരുൺ വാസുദേവനാണ്. ഹോമിയോപ്പതിക് ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ നേരത്തെയും അബാക് മീഡിയയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. സർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ, നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ അങ്ങയുടെ ഡെസിഗ്നേഷൻ തന്നെ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ളതാണ്. പക്ഷെ അങ്ങ് ഇപ്പോൾ കടന്നു പോകുന്നൊരു മേഖല തികച്ചും വ്യത്യസ്തമാണ്. ഡയബറ്റീസിൻ്റെ ഒരു റിവേഴ്സൽ പ്രോഗ്രാമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹോമിയോപ്പതി പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചിട്ടാണോ ഇപ്പോഴത്തെ ഈ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്നത്? ഹോമിയോപ്പതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹോമിയോപ്പതി അത്ര പര്യാപ്തമല്ല എന്നാണ് എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് മനസ്സിലായത്. ആ ഒരു കാര്യത്തിൽ അല്ലാതെ ഇപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസസിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഹോമിയോപ്പതി കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതി നമുക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പി ആണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റ് മേഖലകളിലേക്ക് കൂടുതൽ എൻ്റെ പഠനവും റിസർച്ചും ഒക്കെ നടത്തിയത്. ഈ ഇൻറ്റൻസീവ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം എന്താണത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ആ വേർഡ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഇൻറ്റൻസീവായിട്ട് ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യുക. അതായത് മാനേജ് ചെയ്യുകയല്ല, റിവേഴ്സ് ചെയ്ത് മാറ്റുക. അതാണ്. അതായത് അത് പൂർണ്ണമായിട്ട് മാറ്റുക, തിരിച്ച് വരാത്ത രീതിയിൽ. നമ്മൾ ഒരു ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ അയാൾക്ക് ജീവിക്കാൻ സാധിക്കും, കോംപ്ലിക്കേഷൻസ് വരാതെ. അല്ല, നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഈ ഡയബറ്റീസ് വന്നിട്ടുള്ള ആളുകൾ വൺസ് ഡയബറ്റീസ് വന്നാൽ അത് ക്യൂർ ചെയ്യാൻ പാടാണ്. അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ജീവിത അവസാനം വരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുക. ഇതൊക്കെ മാത്രമാണ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് എപ്പോഴും വൈദ്യശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അങ്ങ് പറയുന്നത് ഇതിനെ റിവേഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ റിസർച്ചസ് പ്രൂവ് ചെയ്യുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു 10 കൊല്ലത്തിനകത്തുള്ള ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. കൂടുതൽ പഴകിയ ഡയബറ്റീസ് ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അത് മാറ്റാൻ പറ്റും. എന്നാലും പൂർണ്ണമായിട്ട് മരുന്നിൽ നിന്ന് മുക്തമാകാൻ പാടാണ്. പക്ഷെ 10 വർഷത്തിനകത്ത് ഈ ഡയബറ്റീസ് മാറ്റുകയാണെങ്കിൽ അവർക്ക് ഗുണമെന്ന് പറഞ്ഞാൽ മരുന്നിൽ നിന്ന് രക്ഷ കിട്ടും, ആജീവാനന്തമുള്ള പഥ്യ നോക്കുന്നതിൽ നിന്ന് രക്ഷ കിട്ടും, പിന്നെ കോംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷ കിട്ടും. ഇതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ. അപ്പം ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ് ഇത്? വളരെ സിമ്പിളാണ്. കാരണം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്, കുറച്ച് സ്ട്രക്ചേർഡായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഡയബറ്റീസ് കണ്ടുപിടിച്ച ഒരാൾ അന്ന് മുതൽ അയാളൊരു ഡയറ്റിലേക്ക് കയറും. പഞ്ചസാര ഉപേക്ഷിച്ചും കാർബ് കുറയ്ക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നടക്കാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ഡയബറ്റീസ് ആയിരുന്നു, പുള്ളിയും ചെയ്തിരുന്നു. പുള്ളി എല്ലാ ദിവസവും രാവിലെ പാവയ്ക്ക ജ്യൂസ് കുടിക്കുമായിരുന്നു, വ്യായാമം ചെയ്യുമായിരുന്നു, എക്സ് മിലിറ്ററി ആയിരുന്നു, ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു, വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു 10-60 വയസ്സായപ്പോൾ നല്ല കോംപ്ലിക്കേഷൻസ് വന്നു. അതാണ് എന്നെ കണ്ണു തുറപ്പിക്കാൻ കാരണം അപ്പോഴത്തേക്ക് എനിക്കും ഡയബറ്റീസ് വന്നു. എനിക്കൊരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയബറ്റീസ് വന്നു. അന്ന് ഈ ശരീരം ഇങ്ങനെ തന്നെയായിരുന്നു, ബാലൻസ്ഡ് ആയിരുന്നു, കുറച്ചും കൂടെ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഈ വണ്ണമുള്ളവർക്കാണോ പെട്ടെന്ന് ഡയബറ്റീസ്? അല്ലല്ല, അങ്ങനെയല്ല. കാരണം എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഷുഗർ ഉണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. ദിവസമായിട്ട് ഇതുവരെ ഇല്ല, എങ്കിൽ പോലും ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം വരുന്ന ചോദ്യം. അല്ല, വണ്ണം ഒരു റിസ്ക് ഫാക്ടർ ആണെങ്കിൽ പോലും അത് ഒരു നമ്മൾ അതുകൊണ്ടാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം താങ്കൾക്ക് 35 വയസ്സിൽ ഡയബറ്റീസ് വന്നു. അപ്പോൾ ഞാൻ ഹോമിയോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം എൻ്റെ പ്രൊഫസേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഡയബറ്റീസ് ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മരുന്നുകളുണ്ട്, ആയുർവേദ മരുന്നുകളുണ്ട്, ഹോമിയോ മരുന്നുകളുണ്ട്, അലോപ്പതി മരുന്ന്. ഇത് ഏത് മരുന്ന് കഴിച്ചാലും നമുക്ക് ഷുഗർ കുറയും. ഓക്കെ. പക്ഷേ നമ്മൾ എന്ന് മരുന്ന് നിർത്തുന്നോ അപ്പം മുതൽ ഷുഗർ കൂടും. പിന്നെ ഈ മരുന്നുകളൊക്കെ കഴിച്ചാലും നമ്മൾ
ആജീവാനന്ദ ഡയറ്റ് നോക്കണം. പഞ്ചസാര ഇട്ട് മധുരമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ലൈഫിൽ വരും. നമ്മൾ വീക്കാവും, മസിൽസ് വീക്കാവും. ഈ മരുന്നെല്ലാം കഴിച്ചാലും നമ്മൾ മസിൽസ് വീക്കാവും. എനിക്ക് ബൈക്ക് എടുക്കാൻ വലിയ പാടായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ എനിക്ക് BP വന്നു, കൊളസ്ട്രോൾ വന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നു, ഉറക്കത്തെ ബാധിച്ചു. ഇങ്ങനെ ആയപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ കോംപ്ലിക്കേഷൻ വരുന്നത് എന്തായാലും ഒഴിവാക്കിയേ പറ്റും. അങ്ങനെയാണ് ഞാൻ മറ്റു മെത്തേഡുകളെ ഞാൻ ആശ്രയിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ അക്യുപഞ്ചർ, ഞാൻ പിന്നെ UK കുറേ കാലം ഹോമിയോ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ അക്യുപഞ്ചറിനെ കുറിച്ചൊക്കെ അറിയുന്നതും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ റൂട്ട് നോക്കി ഞാൻ വീണ്ടും തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിൽ പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു, ഡിപ്ലോമയൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ നാടൻ വൈദ്യന്മാരിൽ നിന്ന് ഇതിൻ്റെ റൂട്ട്, അതായത് നാഡി വൈദ്യം പഠിച്ചു. അങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ ഈ ശരീരത്തിലെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധവും സർക്കേഡിയൻ റിതം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് അറിവ് കിട്ടിയത്. അതിൽ കൂടെ ഞാൻ യാത്ര ചെയ്താണ് ഈ കുറച്ച് സിറ്റിയിൽ നിന്ന് മാറി റൂറൽ ഏരിയാസിൽ കുറേ സാറ്റലൈറ്റ് ക്ലിനിക്കുകൾ ഇട്ടിട്ട് അവിടെ ഈ ആളുകളിൽ ഞാൻ ഈ പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ അവരിൽ ഡയബറ്റീസ് മാറുന്നതായിട്ട് ഞാൻ കണ്ടു. ഓക്കെ. എൻ്റെ ഡയബറ്റീസും അതിൻ്റെ ഇടയിൽ എനിക്ക് മാറി കിട്ടി. ഇന്നെന്ന് പറയുന്നത് എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം, എല്ലാ മധുരവും കഴിക്കും, ചിക്കനും കഴിക്കും, എല്ലാ ആഹാരവും കഴിക്കും. എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ടും എന്താ ഈ വണ്ണം വെക്കാത്ത ഈ ഷുഗർ കട്ട് ചെയ്തില്ലെങ്കിൽ വണ്ണം വെക്കുമെന്നൊക്കെ പറയും. അല്ല, വണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇത്ര വണ്ണേ ഉള്ളൂ. ഞാൻ സ്വതുവേ ഒരു മെലിഞ്ഞ ആ വണ്ണം എനിക്കിപ്പോഴും ഉണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് ജനിച്ചു വീഴുമ്പോൾ ഉള്ള ആ ജനറ്റിക്കലി ഉള്ള ആ ഒരു വണ്ണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അതങ്ങനെയാണ്. ഇപ്പം ഒരുപാട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരുപാട് റിസർച്ച് സ്റ്റഡീസൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഒറിജിനിലുള്ള ആൾക്കാർക്ക് അമിതവണ്ണം വരുമ്പോൾ ഡയബറ്റീസ് വരുന്നു. അത് ഈ കുട്ടിക്കാലത്ത് അമിതമായിട്ട് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നു അമ്മമാർ. അങ്ങനെ ഫീഡ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് പിന്നീട് വളർന്നു വരുമ്പോൾ ഇവർക്ക് ഡയബറ്റീസ് വരുന്നതെന്നാണ് റിസർച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വണ്ണമുള്ളവർക്ക് ഡയബറ്റീസ് വരും എന്നുള്ള ഇത് പറഞ്ഞു. ശരി, ഞാൻ ഒരു സംശയിച്ചോട്ടെ. അങ്ങയുടെ അടുത്തേക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് വരും, ഒരു 40 വയസ്സുള്ള ഒരാൾ കടന്നു വരികയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈ റിവേഴ്സൽ പ്രോഗ്രാം അവിടെ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതികൾ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ 40 വയസ്സ്, 20 വയസ്സ്, 18 വയസ്സുള്ള കുട്ടികൾ വരെ വരുന്നുണ്ട് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. പണ്ടൊക്കെ ടൈപ്പ് 1 മാത്രമാണ് കൊച്ചുകുട്ടികളെ വരുന്നത്. പക്ഷേ ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ പല മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഡെയിലി വർക്കേഴ്സ് വരുന്നുണ്ട്, IT ഫീൽഡിൽ നിന്നുള്ളവർ വരുന്നുണ്ട്, അല്ലാതെ ബിസിനസ് നടത്തുന്നവർ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്നവരാണ്. ഇവരുടെ എല്ലാം ജീവിത രീതികൾ വ്യത്യാസമായിരിക്കും, അവരുടെ ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും. അതൊക്കെ തന്നെ അവരെ ഓരോ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് 3 കാരണങ്ങൾ കൊണ്ടാണ് ബേസിക്കലി വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. ഓക്കെ. 2 പറയുന്നത് നമുക്ക് വ്യായാമക്കുറവ്. 3 സ്ട്രെസ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ ഈ ഡയബറ്റീസ് മാറ്റും. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളും അവരവരുടെ ആരാണോ വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ആ മുഖത്തിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്സിൻ്റെ രീതിയിലാണെങ്കിലും എക്സസൈസിൻ്റെ രീതിയിലാണെങ്കിലും അവരുടെ ഡയറ്റിൻ്റെ രീതി, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യും. എന്നിട്ട് അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ചേഞ്ചസ് വരും. അപ്പം നമ്മളുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഡയറ്റ് അല്ല. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും, ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചാണ്. എക്സസൈസും അതുപോലെയാണ്. എക്സസൈസ് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 വർഷം എടുക്കും ഡയബറ്റീസ് മാറ്റാൻ. അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള എക്സസൈസ് പാറ്റേൺ അല്ല സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിൽ വേറെ മാറും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറ്റിയെടുത്താൽ മാത്രമേ ആ ചേഞ്ച് നമുക്ക് ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെ ഡയബറ്റീസ് മാറുള്ളൂ. അപ്പം നമുക്ക് മുന്നിലേക്ക് ഒരാൾ വരുന്നു, അയാൾ ഡയബറ്റിക് ആണ്, അയാൾക്ക് ഡയബറ്റിക്സിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അയാളുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അതായത് ആദ്യം നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ബാധിച്ചിട്ടുണ്ട്, സ്കാന്, ബ്ലഡ് ടെസ്റ്റുകൾ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ, ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടോ, കണ്ണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്യും, കാലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോപ്ലർ സ്കാൻ ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് ഇവർ കഴിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ്,
ഇതെല്ലാം വച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മിക്കവാറും എല്ലാവരും BP കഴിക്കുന്നുണ്ടാവും, ഉറക്കത്തിന് കഴിക്കുന്നുണ്ടാവും, കൊളസ്ട്രോളിന് കഴിക്കുന്നുണ്ടാവും, പിന്നെ ചിലപ്പം ബ്ലഡ് തിന്നർ കഴിക്കുന്നുണ്ടാവും, പിന്നെ ഡയബറ്റീസിൻ്റെ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടാവും. ഇത്രയും മരുന്നുകളാണ് മിക്കവാറും എല്ലാവരും. പിന്നെ അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സോ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഇങ്ങനെയുള്ളത് ഒക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് ഇവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യാം, ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്തൊക്കെ ഡയറ്റ് അവർക്ക് പറ്റും, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് സ്ലോലി അവർ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ എല്ലാത്തിലും മാറ്റങ്ങൾ നമ്മൾ വരും. ഇപ്പോൾ സ്ട്രെസ്സും കുറയ്ക്കാനുള്ള ടെക്നിക്സ്, ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, രാത്രി ഉറങ്ങാൻ പറ്റാത്ത സ്ട്രെസ് ഉള്ളത്, ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള ചെറിയ ബ്രത്ത് എക്സസൈസുകളുണ്ട്. ഒരു 2 മിനിറ്റ് ബ്രത്ത് എക്സസൈസുകളുണ്ട്. 2 മിനിറ്റ്സേ ഉള്ളൂ. ഈ 2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പം അവരുടെ വീട്ടിലുള്ള എൻവയോൺമെൻറ്റ്, വർക്ക് എൻവയോൺമെൻറ്റ്, അതിലൊക്കെ ഒരു ചേഞ്ച് വരും. അങ്ങനെ അവരുടെ സ്ട്രെസ് ലെവൽസ് കുറഞ്ഞു വരും. അപ്പം അവരുടെ BP കുറയും, അവരുടെ ഈ ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ മാറ്റം വരും, ഈ ക്രേവിങ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറും. അപ്പം നമുക്ക് അവരുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്ലോലി ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ ഡോസേജ് മരുന്നുകളൊക്കെ കുറച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യിച്ച് എല്ലാം നോർമലായി വരുന്നുണ്ടോ, ഇപ്പോൾ ഫാറ്റി ലിവർ നോർമൽ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്രസിൽ ഇപ്പം ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു വരുന്നുണ്ടോ, പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറയുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്യും. ഇപ്പോൾ കണ്ണിന് പ്രശ്നമുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ എക്സുഡേറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞോ, ബ്ലീഡിങ് കുറഞ്ഞോ, ഇതെല്ലാം നമ്മൾ നോക്കും. ഒരു 3 months പീരീഡിൽ നമ്മളത് നോക്കും. അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിനെ മാറ്റുന്നത്. ഇത് ടോട്ടലി ഒരു എത്ര വർഷം വേണ്ടി വരും ഇതൊന്ന് പൂർണ്ണമായിട്ട് ഹീലാവാൻ? അതായത് 10 കൊല്ലത്തിനകത്തുള്ള ഡയബറ്റീസ് ആണെങ്കിൽ 1 കൊല്ലം. ഒറ്റ കൊല്ലം കൊണ്ട് മാറും. കോസ്റ്റ്ലി ആണോ? കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോസ്റ്റ്ലി അല്ല. കാരണം ഇപ്പോൾ നമുക്കൊരു പനി വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി 5 ദിവസം അഡ്മിറ്റ് ആയാൽ എങ്ങനെ പോയാലും 60,000 1 ലക്ഷം രൂപ ചിലവാകും. എങ്ങനെ പോയാലും വലിയ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ 2-3 ലക്ഷം രൂപ. പക്ഷേ ഈ ഇത്രയും വലിയ ഭീമാകരമായ അസുഖം ഒറ്റ കൊല്ലം കൊണ്ട്, അത് എത്രയെങ്കിലും വർഷം എടുത്തിട്ടാണ് ഈ ഡയബറ്റീസ് എന്ന സിംറ്റം നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അത് സിംറ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ശരീരത്തിൽ ഈ ഡയബറ്റീസ് മെറ്റബോളിസം ഒരു 7 കൊല്ലം മുമ്പെങ്കിലും തകരാറായി കാണും. എന്നിട്ടാണ് ഈ സിംറ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിംറ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത്രയും സമയം എടുത്ത് ഉണ്ടായ ആ സിംറ്റത്തെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും വേണം, ഏറ്റവും കുറവ്. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആളുകളിൽ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ എടുക്കും. എന്നാലും പൂർണ്ണമായിട്ട് മാറില്ല, ഒരു 90% മാറും. കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നോ, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ലയോ എന്ന് പറയാൻ പറ്റുന്ന നമുക്കൊരു പിന്നെ ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന റേറ്റ് ഞാൻ പറയാം. കാരണം ഇതിപ്പോൾ സിമ്പിളാണ്. 60,000 റുപ്പീസാണ് ഒരു കൊല്ലത്തേക്ക് നമ്മൾ റിവേഴ്സലിന് വാങ്ങിക്കുന്നത്. ഈ 60,000 എന്ന് പറയുന്നത് തന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്കിപ്പോൾ റിവേഴ്സ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ചില കാരണങ്ങൾ കൊണ്ട് താമസിച്ചാലും അതൊക്കെ ഫ്രീ ആകും. ചിലർക്ക് 1.5 കൊല്ലം എടുക്കാം, ചിലപ്പോൾ 2 കൊല്ലം വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിലും അതും ഫ്രീ ആയിട്ട് നമ്മൾ കാര്യപ്പെടും. പിന്നെ ഇവരുടെ റിവ്യൂ പീരീഡ് 2 കൊല്ലം. ഇപ്പോൾ ഡയബറ്റീസ് മാറി, നമ്മൾ മധുരമൊക്കെ കൊടുത്തു, ഷുഗറൊന്നുമില്ല, മരുന്നെല്ലാം നിർത്തി, ഈ കണ്ടീഷനിൽ നമ്മൾ വീണ്ടും ഒരു 2 കൊല്ലം കൊണ്ട് ഇവർക്ക് റിവ്യൂ ഉണ്ട്. ഈ റിവ്യൂ പീരീഡ് ഫ്രീ ആണ്. അതായത് ടോട്ടൽ എഫക്റ്റീവ് 3 കൊല്ലത്തേക്കുള്ള ട്രീറ്റ്മെന്റ് ചാർജ് 60 രൂപ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. ഒരു 2000-ന് താഴെ വരുന്നുള്ളൂ ഒരു മാസം. എന്തായാലും ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യക്കാർക്ക് അപ്പോൾ ഇവൻ എടുത്തിട്ട് വന്ന് കാണാമല്ലോ അല്ലേ?